അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമല്ലേ? ഇനി നമുക്ക് നോമ്പിൻ്റെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ചായി വീഡിയോസൊക്കെ റെഗുലറായി ഇട്ടിട്ട്, അപ്പം നമുക്ക് നോമ്പിന് റെഗുലറായിട്ട് വീഡിയോ ഇടുന്നതാണ്. അപ്പം നോമ്പിൻ്റെ എപ്പിസോഡായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മുട്ടമാല വെച്ചിട്ടുള്ള ചട്ടിപ്പത്തിരി റെഡിയാക്കാം. അപ്പോൾ അതിന് നമുക്ക് ആദ്യം മുട്ടമാല റെഡിയാക്കണം. മുട്ടമാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഗ്ഗ് സെപ്പറേറ്റ് ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പും റെഡി ആയിട്ടുള്ളതാണ്. മുട്ടമാലയുടെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുകൊണ്ടാണ് ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. ഞാനിവിടെ 10 മുട്ടയുടെ എഗ് യോക്കാണ് എടുത്തിട്ടുള്ളത്. മുട്ടമാല വലിക്കുന്നത് ഞാൻ ഈ ഒരു കപ്പിലാണ്. ഈ കപ്പിന് ഹോളിട്ടിട്ടുള്ളതാണ്. ഇത് ഞാൻ അത്യാവശ്യം ഇപ്പം സെയിൽ ചെയ്യുന്നതുകൊണ്ട് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഷുഗർ സിറപ്പ് ഇവിടെ തിളച്ച് വരുന്നുണ്ട്. മുട്ടമാല റെഡിയാക്കാം. മുട്ടമാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ കോരി മാറ്റാം. മുട്ടമാല ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുട്ടമാല റെഡിയാക്കിയിട്ടുണ്ട്. സാധാരണ സ്വീറ്റ് ചട്ടിപ്പത്തിരിയുടെ അതിൽ തന്നെ മുട്ടമാലയുടെ ഒരു ലെയർ കൂടെ വരുന്നതാണ് മുട്ടമാല ചട്ടിപ്പത്തിരി. അപ്പം ഇതിലേക്ക് ഇനി ഒരു ഫില്ലിങ് റെഡിയാക്കണം. അതിന് ആദ്യം കുറച്ച് കാഷ്യൂ കിസ്മിസ് ഫ്രൈ ചെയ്തെടുക്കാം. പാനിൽ കുറച്ച് ഗീ ഒഴിച്ച് ചൂടാകുമ്പം അതിലേക്ക് ഒരു 50 ഗ്രാം കാഷ്യൂ ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അത് റോസ്റ്റ് ആകുമ്പം തന്നെ ഒരു 50 ഗ്രാം കിസ്മിസ് കൂടെ ചേർത്ത് റോസ്റ്റ് ചെയ്ത് കോരി മാറ്റാം. കിസ്മിസും കാഷ്യൂവും ഇപ്പോൾ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് കോരി മാറ്റി വെക്കാം. ഇനി ഇതിനുള്ള ഒരു ഫില്ലിങ് റെഡിയാക്കണം. അതിന് ഞാൻ ഇതിലുള്ള കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ടുണ്ട്. നെയ്യ് പൊരിച്ചെടുത്ത നെയ്യ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മുട്ടമാലയ്ക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്ത എഗ് വൈറ്റിൽ നിന്ന് ഒരു 2 മുട്ടയുടെ എഗ് വൈറ്റ് എടുത്തതാണ്. 2 or 3 മുട്ടയുടെ എഗ് വൈറ്റ് എടുക്കാം. അതിലേക്ക് 2 മുട്ട കൂടെ പൊട്ടിച്ചു വയ്ക്കാം. ഇതൊന്ന് സ്പൂണ് കൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണം. നല്ലവണ്ണം എഗ് വൈറ്റും യോക്കും കൂടെ മിക്സ് ചെയ്താൽ മാത്രമേ മുട്ടയുടെ എഗ് യോക്കിൻ്റെ ഫ്ലേവർ എല്ലാ സ്ഥലത്തും കിട്ടുള്ളൂ. അല്ലെങ്കിൽ വൈറ്റ് വേറെ മഞ്ഞ വേറെ ആയിട്ടുണ്ടാവും ഫില്ലിങ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് തന്നെ എടുക്കുക. നമുക്കിത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ്, നമ്മൾ മുട്ടമാല ഉണ്ടാക്കിയ ഷുഗർ സിറപ്പ് ഇതിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ പിഞ്ഞണത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഷുഗർ സിറപ്പ് ഉപയോഗിക്കുന്നത്. ഇതിപ്പം കുറച്ച് ഫില്ലിങ് ഉണ്ടാക്കുമ്പോഴും കുറച്ച് ഇതിൻ്റെ ഒരു ബാറ്റർ റെഡിയാക്കുമ്പോഴും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഷുഗർ സിറപ്പ് നമുക്ക് തീർന്നു കിട്ടും. ഇനി ഇതിൽ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പ് എടുക്കുന്നില്ലെങ്കിൽ പഞ്ചസാര മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ പഞ്ചസാര ചേർക്കുന്നത് നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ളത് നോക്കിയിട്ടാണ് ചേർക്കുന്നത്. ഒരു മുട്ടയ്ക്ക് 1 സ്പൂണ് എന്നുള്ള കണക്കിൽ എടുത്താലും മതി. ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ഒരു ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം മുട്ടമാലൊക്കെ എടുത്ത് ആ മുട്ടയുടെ പാത്രം തന്നെയാണ് എടുത്ത് അതിൽ കുറച്ച് മുട്ടയുടെ എഗ് യോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം.
അതിലേക്ക് തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള എഗ് വൈറ്റിൽ നിന്ന് ഒരു 2 മുട്ടയുടെ കണക്കിൽ നമുക്ക് മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നും എടുക്കുന്നില്ല, ഇതിന് ഒരു 5 മുട്ട എടുക്കണം. അപ്പം നമുക്ക് എഗ് വൈറ്റും വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. എഗ് വൈറ്റ് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുകയില്ല. അപ്പം എന്തായാലും ഇതിൽ ഫുള്ളായിട്ടുള്ള മുട്ട ചേർക്കുക തന്നെ ചെയ്യണം. അപ്പോൾ ഇത് ഒരു മുട്ടക്ക് 1.5 സ്പൂണ് എന്നുള്ള കണക്കിൽ പഞ്ചസാര ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടി കൂടെ ചേർക്കാം. ഒരു വിസ്ക് വെച്ച് നല്ലവണ്ണം ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലൊരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് മതി. ഇനി 1/2 കപ്പ് പാല് കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറാണിത്. റോസ് വാട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. റോസ് വാട്ടർ കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് മധുരമുള്ള ചട്ടിപ്പത്തിരിക്ക് നല്ല ഒരു ഫ്ലേവർ കിട്ടുന്നത്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് കാഷ്യൂലും കിസ്മിസിലും ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ചൂടായ പാത്രത്തിലേക്ക് നമ്മൾ കാഷ്യൂം കിസ്മിസും ഫ്രൈ ചെയ്തെടുത്ത് ബാക്കിയുള്ള നെയ്യ് ഉണ്ടായിരുന്നു, അത് തന്നെ ഒഴിച്ചു കൊടുക്കാം. എല്ലാ സൈഡിലേക്കും ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ നേരിയതായിട്ടുള്ള ഷീറ്റ് പരത്തി എടുത്തതാണ്. ഇത് പരത്തി ഇങ്ങനെ നേർങ്ങനെ പരത്തി എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മൈദയും മുട്ടയും കൂടെ ചേർത്ത് കലക്കിയതിന് ശേഷം നേരിയ ദോശയാക്കി ചുട്ടെടുത്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ നൈസായിട്ടുള്ള ചപ്പാത്തി പരത്തിയെടുക്കാം. നമ്മൾ സമൂസ ഷീറ്റിനൊക്കെ പരത്തുന്നത് പോലെ പരത്തിയെടുത്തതാണ്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യുമ്പം ഈ ഒരു ചപ്പാത്തി എടുത്ത് എഗ്ഗിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ആദ്യം ഇടുന്നത് കാഷ്യൂവും കിസ്മിസുമാണ്. ഇതിൻ്റെ മേലെ കുറച്ച് നമ്മൾ കലക്കി വെച്ചത് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കണം. ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഇനി ഇതിൻ്റെ മേലയിലേക്ക് ഈ മുട്ടയുടെ ഫില്ലിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മേലയിലും കുറച്ചുകൂടെ മുട്ട ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ മേലെ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച മുട്ടമാല കുറച്ചിട്ട് കൊടുക്കാം. വീണ്ടും സെയിം ഇതേപോലെ തന്നെ ബാക്കിയൊക്കെ ഒരു ലെയറും കൂടെ സെറ്റ് ചെയ്യാം. ലാസ്റ്റ് ഷീറ്റും വെച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള എഗ്ഗ് മൊത്തം ഇതിൻ്റെ മേലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പഴയൊരു ചപ്പാത്തിക്കല്ല് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മേലയിൽ ഇത് വെച്ച് കൊടുക്കാം. ഇത് കുക്കാവാൻ ഒരു 10-20 മിനിറ്റ് എടുക്കും. സാധാരണ ചട്ടിപ്പത്തിരിയെല്ലാം വേവിക്കുന്ന പോലെ തിരിച്ചിട്ടിട്ടും ഒന്ന് വേവിക്കണം. ആ ഒരു വീഡിയോ മിസ്സായി പോയതാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടമുള്ള ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾക്ക് ലെയർ നോക്കുമ്പോൾ തന്നെ കാണാം ഇതിൻ്റെ ഉള്ളിൽ മുട്ടമാലയും മുട്ടയുടെ ഫില്ലിങ്ങും ഒക്കെ ലെയറായി കിടക്കുന്നത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.